കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് ശരിക്കും ഏലിയൻ എൻകൗണ്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് 4 തരം എൻകൗണ്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ്, ഫോർത്ത് കൈൻഡ്. ഫോർത്ത് കൈൻഡിലാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഫോർത്ത് കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷനപ്പുറം നമ്മളെ തട്ടിക്കൊണ്ടു പോവുക. അതായത് മനുഷ്യനെ ഭൂമിയിൽ വന്നിട്ട് ചില പരീക്ഷണങ്ങൾക്കായിട്ട് ഏലിയൻസ് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നൊരു ഫിസിക്കലായിട്ട് അവർക്ക് അവരുടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു അവസ്ഥ. ഫിസിക്കലി കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ തേർഡ് കൈൻഡ് ആണ്. അതല്ല, നമ്മൾ എന്താണെന്നുള്ളത് നമ്മളെ പരീക്ഷിക്കാൻ. അതായത് നമ്മൾ ശരിക്കും അന്യഗ്രഹ ജീവികളെ തെരഞ്ഞിട്ട് അന്യഗ്രഹങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അവിടുന്ന് നമ്മളൊരു സ്പീഷീസിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് നമ്മളിവിടെ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ. സ്വാഭാവികമായിട്ടും പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇത് അവര് ചെയ്യുന്നു. അതായത് അവര് ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയിൽ നമ്മളറിയാതെ ഇപ്പം ചില പശുക്കളെ കൊണ്ടുപോകുന്നു, ചില ജീവജാലങ്ങളെ കൊണ്ടുപോകുന്നു. ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏലിയൻ ഷിപ്പ് വന്ന് ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് ഒരു ലൈറ്റ് പുറത്തേക്ക് വന്നിട്ട് പശുവിനെ അങ്ങനെ പൊക്കി കൊണ്ടുപോകുന്ന കുറെ മനോജ് ശ്യാമളിന്റെ ഒരു സിനിമയിൽ അതിനെ കുറിച്ച് കൃത്യമായിട്ട് വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഒരു പിക്സാറിന്റെ ഒരു ചെറിയൊരു അനിമേഷൻ ഉണ്ട് അതുപോലെ. അതായത് പശുക്കളെയൊക്കെ പണ്ടേ കൊണ്ട്, പശുക്കളൊക്കെ ആരോട് പറയാനാ എനിക്ക് ഇങ്ങനെ ഒരു ഫോർത്ത് കൈൻഡ് ഒരു എൻകൗണ്ടർ ഉണ്ടായി എന്ന് ആരോടും പറയില്ലല്ലോ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ സമയത്ത് മനുഷ്യന് ബോധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യും? അത് റിപ്പോർട്ട് ചെയ്യും. അതെ, അത്തരം റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ഈ ഫോർത്ത് കൈൻഡ് എൻകൗണ്ടേഴ്സ് ഓഫ് ഫോർത്ത് കൈൻഡ് വരുന്നത്. അതായത് നമ്മളെ തട്ടിക്കൊണ്ടു പോകുന്നു, നമ്മളെ അവര് പരീക്ഷിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 12-13 റിപ്പോർട്ടുകൾ മാത്രമേ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അത് ചുരുങ്ങിപ്പോയത്? സപ്പോസ് ഈ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഏലിയൻ UFO കാണുന്നു, ഏലിയൻസിനെ കാണുന്നു, എത്രയോ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 1950s ഇങ്ങോട്ടേക്കായിരിക്കും നമുക്ക് ഈ ഏലിയൻസ് UFOs എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ടാവുക. അതിന് മുമ്പേ പുറത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ പറയാൻ സാധ്യതയില്ല, കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ പറയുന്ന ഏലിയൻസ് ഒക്കെ നമ്മുടെ ചർച്ചാ വിഷയമായതുപോലും. അതിനു മുമ്പ് അതിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഭ്രാന്തായിരുന്നു. അത് ആർക്കും വിശ്വസിക്കില്ല. അതെ, പക്ഷെ പ്രേതത്തിലും ഭൂതത്തിലും ചാത്തലിലും കുട്ടിച്ചാത്തലിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളോട് ഉണ്ടായിരുന്നത്. ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ വിഷയത്തിനെ കുറിച്ച് പോലും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ഒരു ഏലിയൻ വന്നിരുന്നുവെങ്കിൽ അതിനെ ഏലിയൻ ആയിട്ടാണോ കാണുക, ഒരു കുട്ടിച്ചാത്തനായിട്ടാണോ കാണുണ്ടാവുക? അത് ശരിയാ. അപ്പൊ ഇതുവരെയുള്ള ഏലിയൻ രൂപങ്ങളൊക്കെ പറ്റി പറയുമ്പോ 5 അടി വലിച്ചു ചെറിയ തല, വലിയ ചിലപ്പോ കുട്ടിച്ചാത്തനാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള കുട്ടിച്ചാത്തന്മാർ എത്ര ഉണ്ടാവും? അതും ശരി. സോ നമ്മുടെ നാട്ടിൽ ഏലിയൻ വന്നു എന്നുള്ളത് വിശ്വസിക്കുന്നത് ഇന്നത്തെ ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഏലിയൻ അല്ല, ഒരു സാധനത്ത് ഇതേപോലത്തെ ഒരു ജീവിനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാത്തനെ കണ്ടു, കുട്ടിച്ചാത്തനെ ഞാൻ കണ്ടു, അങ്ങനെയല്ലേ പറയാ, അല്ലെങ്കിൽ മറ്റേ ശൈവഭൂതങ്ങളെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുള്ളൂ. അപ്പോഴേ ആളുകൾ അത് വിശ്വസിക്കും. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, നമുക്ക് കേരളം വിട്ടിട്ട് പോവാം. കേരളം വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏലിയൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആൾക്കാരാണ് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ. സോ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? എനിക്കിപ്പോഴും ഒരു ഉത്തരം കിട്ടുന്നില്ല. എന്താന്ന് എവിടെ ആരെങ്കിലും അപ്പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മറ്റു റൂമിൽ ആരെങ്കിലും എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? മിഷനറി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എന്താണ്, എവിടെയാണ്? പ്രിന്ററോ എന്താണത്? ഒന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇപ്പോൾ ഒരു ഏലിയൻ എവിടെയോ എന്തോ ഒരു മിഷനറീന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നുന്നു. ശബ്ദ ഇന്ന് കുറച്ച് അധികം ഉണ്ടോ? നല്ല ശബ്ദമുണ്ട്. ഇത് ഇതിൽ പിടിക്കില്ലേ? പിടിക്കണ്ടാതിരിക്കും. കാരണം ഇത് എവിടെ നിന്നാണ് ശബ്ദം എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു 3 മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ ഇത് യൂസ്ഡ് ആണ്. ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ശബ്ദം എവിടെ നിന്ന് വന്നത് ഞാൻ ഇതിന്റെ മുകളിലൊക്കെ പോയി നോക്കി. നമ്മുടെ ഫ്ലാറ്റിന്റെ മുകളിൽ ആൾ താമസമില്ല, താഴത്ത്
ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ശബ്ദം കിട്ടില്ല. പക്ഷെ ഇത് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം ഇല്ല, വളരെ മൈൽഡായിട്ടേ കേൾക്കുള്ളൂ. അതെ, ഈ റൂമിലാണ് ഉള്ളിലാണ്. ഈ റൂമിൽ ഞാൻ അറിയാത്ത എന്തോ ഇഷ്ടം ഉണ്ടാകാൻ. ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ശബ്ദം ഉണ്ടാക്കുന്ന പോലെ. അതെ, ആ ടൈം കറക്റ്റ്. ഈ സമയത്താണോ അധികം ഈ ശബ്ദം കേൾക്കുന്നത്? ഞാൻ നമ്മുടെ ഈ ഒരു സീരീസ് മാത്രമാണ് ഈ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. വളരെ നേരത്തെ ശബ്ദമുണ്ട്, ലൈറ്റായിട്ടൊരു ശബ്ദം വരുന്നുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ്ലി പോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ എന്തെങ്കിലും ഒരു പാരാനോർമൽ തിങ് ആയിട്ട് കാണുള്ളൂ. പ്രേതം, ഭൂതം, മുട്ടിച്ചാത്തൻ, എന്തെങ്കിലും ഒരു മാടൻ മർദ്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെഗ്മെന്റ്സ് നമുക്ക് ഉള്ളത് കൊണ്ട് അതിലൊന്നും നമുക്കൊരു ടെൻഷനും ഇല്ല. എന്തിനെങ്കിലും ഒരു പ്രത്യേക സെഗ്മെന്റിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അതായിരിക്കും. ഇനി വരത്ത് പോകുക പറഞ്ഞാൽ ഇനിയിപ്പോ ഏലിയൻ ഷിപ്പ് പോകണ ആണോ? അതും പറയാൻ പറ്റില്ല. സോ അന്നത്തെ കാലത്ത് വരത്തുപോക്ക് പോയിരുന്നു, എതിർപോക്ക് പോയി എന്നൊക്കെ പറയുന്നതും ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഏതെങ്കിലും ഏലിയൻ ഷിപ്പ് പോയതും ആവാം. എന്ത് പറയാൻ പറ്റില്ല. കേൾക്കുന്ന കഥകളിലൊക്കെ ഇതുപോലൊരു ഒരു വെളിച്ചത്തിന്റെ കേൾക്കാറുണ്ട്. അതാണ് അതിന്റെ കാര്യം. എന്തായാലും ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഏലിയൻ അബ്ഡക്ഷൻസ് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ 1961 ഫസ്റ്റ് അബ്ഡക്ഷൻ. 61 അബ്ഡക്ഷൻ സംഭവിക്കുന്നത് അതിനു മുമ്പേ ഉണ്ട്, റിപ്പോർട്ടുകൾ അതിനു മുമ്പേ പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറയുന്നത് 1961 61 ബെറ്റി ആൻഡ് ബാണെ കപ്പിൾ. നമ്മൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും മുമ്പേയും പല ആളുകളും ഈ ഏലിയൻസിനെ കണ്ടിട്ടുണ്ടെന്നും പിന്നെ ഏലിയൻ ഷിപ്പ് കണ്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലിയൻ അബ്ഡക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകളുണ്ട്. സോ നമുക്ക് ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്തിട്ടുള്ളതും ഒരുപാട് പേർക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ബെറ്റി ആൻഡ് ബാണെ അബ്ഡക്ഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഈ ബെറ്റി ബാണെ ദമ്പതികൾ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളത് വേറൊരു പേരിലാണ്. അതായത് ഇന്റർറേഷ്യൽ കപ്പിൾ. അതായത് അവർ രണ്ടുപേരും രണ്ട് കളറാണ്, രണ്ട് റേസ് ആണ്. അതായത് വൈറ്റും ബ്ലാക്കും. അവരതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല വിലയുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു. അവര് സമൂഹത്തിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും അവരുടെ ഫാമിലിനേക്കാൾ കൂടുതൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു, സേവനങ്ങൾക്ക് വേണ്ടി. അതെ, ഒരുമിച്ച് താമസിക്കുന്ന സമയം പോലും വളരെ ചുരുക്കമായിരുന്നു. ഒരുപാട് ഈ അസോസിയേഷൻസിന്റെയും യൂണിയൻസിന്റെ ഒക്കെ കൂടെ അവരിങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവര് തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഇവരുടെ ഹണിമൂണിന് വേണ്ടി ഇവരെ വിടുന്നത്. അതും കല്യാണം കഴിഞ്ഞിട്ട് 16ാമത്തെ മാസം, ഒരു വർഷവും 4 മാസവും കഴിഞ്ഞിട്ടാണ് അവര് ഹണിമൂണിന് അവർ ഒരുമിച്ചിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്. അതും അവരുടെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം. ആ യാത്രയിലാണ് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഹാംഷയർ എന്നാണ് അവര് യാത്ര ചെയ്യുന്നത്. ആ ഒരു യാത്രയിൽ അവരിങ്ങനെ പോകുമ്പോൾ ബെറ്റി കാറിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുക. പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുപ്പത്തിൽ അവർക്ക് കാണാനൊന്ന് പറ്റിയിരുന്നത് ചന്ദ്രനുണ്ട്, ജൂപ്പിറ്ററും ഉണ്ട്. ചന്ദ്രൻ ജൂപ്പിറ്ററും അന്ന് ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു സ്റ്റാറും കൂടി ഉണ്ട്. അപ്പോൾ ബെറ്റി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ആകാശ കാഴ്ച നോക്കുക, അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഈ ബാണെ. ആള് WW2 അതായത് വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആകാശത്ത് കൂടെ പറക്കുന്ന സാധനങ്ങളെ, പ്ലെയിൻസ് ആയിക്കോട്ടെ, അതില് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈഫ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടത് എന്താണ്, ഏത് സ്റ്റാർ ആണ് എന്ന് തമാശക്കാണ് ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ അതിനെ കണ്ടു. അങ്ങനെ ചന്ദ്രന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിൽ ഒരു നക്ഷത്രം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമല്ല. ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പൊ അതിനൊന്ന് നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ബെറ്റി നോക്കിക്കൊണ്ടിരിക്കെ ഓരോ മൈൽസ് കടക്കുമ്പോഴും ഇതിന്റെ വലുപ്പം അതിനെ കൂടി കൂടി വരുന്നുണ്ട്. അവർക്കത് ഭയങ്കര കൗതുകമായി. അപ്പം ഭർത്താവിനോട് പറഞ്ഞത് അങ്ങനെ ഇതിന്റെ വലുപ്പം കൂടി വരുന്നുണ്ട്
എനിക്ക് തോന്നുന്നു അത് താഴേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ അവിടെ വണ്ടി സൈഡാക്കി, അയാളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. അപ്പൊ ആ ബൈനോക്കുലർ എടുത്തിട്ട് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതിനെ നോക്കി. ഇതിനെ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അതൊരു നക്ഷത്രമല്ല, അത് എന്തോ ഒരു വസ്തുവാണ്. അത് അതിവേഗത്തിൽ കറങ്ങുന്നുണ്ട്, സ്പീഡിൽ തന്നെ കറങ്ങിയിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അയാൾ ആ സാധനം കണ്ടു, അതിനെ തന്നെ നോക്കി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് ഇവർ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തെത്തി. അതായത് ഇവരുടെ നേരെ മുകളിൽ ഏകദേശം ഒരു 100 അടി മുകളിൽ എന്നാണ് പറയുന്നത്. ആ 100 അടി മുകളിൽ ഈ വസ്തു വന്ന് നിൽക്കുന്നു. അവരുടെ മേത്ത് മുഴുവൻ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു വസ്തുവാണ് അവിടെ വന്ന് നിൽക്കുന്നത്. മൂപ്പർ അതിന്റെ ഒരു കണക്ക് പറയുന്നത്, അവിടെ വലിയ മലകളുണ്ട്. ആ മലകളുടെ കാൽഭാഗത്തിൽ, അതായത് ഒരു വലിയ മലയെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ അതിലൊരു കഷ്ണം, അങ്ങനെ ഒരു കഷ്ണം നമ്മുടെ തലേന്റെ മുകളിൽ ഒരു 100 അടി മുകളിൽ വന്ന് നിന്നിട്ട് അതിവേഗത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് മൂപ്പർ അനുഭവിക്കുകയാണ്. മൂപ്പർ പറയുന്നത് ഒരു പാൻ കേക്ക്, ഒരു വലിയ പാൻ കേക്ക് നമ്മുടെ മുകളിൽ, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഡ്ഡലി കറങ്ങുന്ന നമ്മുടെ ഇഡ്ഡലിയാണ് അവരെ സംബന്ധിച്ചിട്ട് പാൻ കേക്ക്, അത് കട്ടിയുള്ള ഒരു ദോശ പോലത്തെ ഒരു സാധനം. അപ്പം ഇത് അതിവേഗത്തിൽ നിന്ന് കറങ്ങുന്നു. അതിലേക്ക് ഇവർ നോക്കുമ്പോൾ അതിന് ചുറ്റും വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിൽ നിഴലുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ നിഴലുകൾ കാണുമ്പോൾ തന്നെ എന്താണ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമനോയിഡ് ഷേപ്പാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചപ്പോൾ അത് മനുഷ്യരല്ല, പക്ഷെ മനുഷ്യരെ പോലുള്ള മറ്റെന്തോ ഒരു സാധനം. അത് ഗ്രേ കളറിൽ തിളങ്ങുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് അവിടെ തന്നെ നിന്ന് കറങ്ങി മെല്ലെ കാറിന്റെ മുകളിലേക്ക് താഴ്ന്നു വരികയാണ്. ഇയാൾക്കാകെ പേടിയായി. എന്നിട്ട് ഇവർ അപ്പം തന്നെ കാറിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുമ്പോട്ടേക്ക് ഓടുകൂടി എഞ്ചിൻ ബീപ് 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 എന്ന് പറഞ്ഞിട്ട് നിന്നു. പിന്നെ എഞ്ചിൻ അനങ്ങുന്നില്ല. അതോടുകൂടി ഇവരുടെ കോൺഷ്യസ്നസ് വിട്ടു എന്നാ പറയുന്നത്. അതായത് ബോധം പോയി. പിന്നെ അവർക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ അവർ ഓർമ്മ വരുന്നത് 2 പേരും ഇവരുടെ വീട്ടിന്റെ ബാക്ക് യാർഡിൽ കിടക്കുന്നതാണ്. വീടിന്റെ പിന്നിൽ അവരെവിടെയാണോ എവിടുന്നാണോ പോകുന്നത് ആ വീടിന്റെ ബാക്ക് യാർഡിൽ അവര് കിടക്കുകയാണ് വിത്ത് ലഗേജസ്. കാർ എവിടെയാണെന്ന് അറിയില്ല, അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ ലഗേജസ് ചെതറി കിടക്കുന്നുണ്ട്. ഇവര് 2 പേരും വീടിന്റെ ബാക്ക് യാർഡിലുണ്ട്. ബെറ്റി ആദ്യം എഴുന്നേറ്റു. ബണേനെ കൂട്ടിയിട്ട് അവര് വീടിന്റെ അകത്തേക്ക് ചെന്നു. ബെറ്റിന്റെ വസ്ത്രം കീറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് അവരുടെ മനസ്സിൽ, അവരുടെ അപ്പത്തെ ഓർമ്മയിലുള്ള ഒരു സാധനം, ഈ ഒരു ഷിപ്പ് UFO അവർ കണ്ടു. അത് സ്വന്തം വാഹനത്തിന്റെ മുകളിൽ നിന്ന് കറങ്ങുന്ന കാഴ്ച ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് കാർ നിന്നോടുകൂടി ടെൻഷൻ കൊണ്ടായിരിക്കാം അവര് ബോധം പോയി. പിന്നെ അവർ ഓർക്കുന്നത് ഈ ഒരു മൊമെന്റ്, അതായത് വീട്ടിൽ നിന്നും അവർ എഴുന്നേൽക്കുന്ന മൊമെന്റ്. അവരുടെ ബോഡിയിൽ മുഴുവൻ പിങ്ക് കളറുള്ള പൗഡേഴ്സ് ഉണ്ടായിരുന്നു. അത് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പൗഡർ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പൗഡേഴ്സ് അവരുടെ മേത്തുണ്ട്. പിങ്ക് കളറിലുള്ള പൗഡേഴ്സ്. അവരുടെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്, അവരുടെ ഷൂസ് പിന്നി പോയിട്ടുണ്ട്. ഇതേപോലത്തെ അവസ്ഥയാണ് ഇയാളുടെ ഡ്രസ്സ്. അവർക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ഏതാനും ദിവസങ്ങൾ, അതായത് ഈ സംഭവം കഴിഞ്ഞിട്ടൊരു 10 ദിവസത്തോളം കണ്ടിന്യൂസ്ലി ഇവരിങ്ങനെ സ്വപ്നം കാണാണ് പല കാര്യങ്ങളും. ഒരു കാട്ടിലൂടെ ഭർത്താവിനോടൊപ്പം ഇങ്ങനെ നടക്കുന്നു. ഭർത്താവ് ഉറക്കത്തിൽ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. ഇവരുടെ കൂടെ നീല ഡ്രസ്സ് ഇട്ടിട്ടുള്ള പട്ടാളക്കാരെ പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ എന്തൊക്കെയാണ് അവർ പറയുന്നത് പോലെ അറിയാത്ത രീതിയിലുള്ള സ്വപ്നങ്ങൾ. അപ്പൊ ഇത് മെന്റലി എന്തോ ഒരു ഇഷ്യൂ ആണ്, ഞങ്ങൾക്ക് തോന്നിയതാണ് ഈ പറഞ്ഞതൊക്കെ. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം എഡ്യൂക്കേഷനുള്ള, സമൂഹത്തിൽ അത്രയും വാല്യൂ ഉള്ള, ഇവർക്ക് ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അത്രയും ഫേമസ് ആണ് അവർ ഓൾറെഡി. അങ്ങനത്തെ ആളുകളാണ് ഈ വിഷയം പറയുന്നതെന്ന് ആലോചിക്കാം. അവരാദ്യം ചെന്നത് ഇത് മെന്റൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കാണ്. 2 പേരും 5 മാസം ട്രീറ്റ്മെന്റ് എടുത്തു. ഈ 5 മാസത്തിൽ തന്നെ പല സെഷൻസ് ആയിട്ട് ഹിപ്നോട്ടൈസും ചെയ്തവരെ. കാരണം അന്നത്തെ വേറെ മെത്തേഡ് ഇല്ല. 1961 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സൈക്കോളജിക്കലി നമുക്ക് ഒരാളെ ട്രീറ്റ് ചെയ്യാൻ വേറെ മെത്തേഡ് ഇല്ല. നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സെഷനിൽ ബെറ്റി പറഞ്ഞിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. അതായത് ഇവർക്ക് ലാസ്റ്റ് ഈ സാധനം നിന്ന് കറങ്ങിയിട്ട് 2-3 വിഷ്വൽസും കൂടി ഓർമ്മയുണ്ട്. അതായത് ഈ വസ്തു കാറിന്റെ മുകളിലേക്ക് താഴ്ന്നു വന്ന് കാറിന്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് നിന്നു. ആ സാധനം പ്രസ് ചെയ്ത സർക്കിൾസ്
കാറിന്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട്. ചൂടുള്ള എന്തോ ഒരു സാധനം വെച്ചിട്ട് കാറിന്റെ ഹൂഡിന്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഒരു പാട്. അതുപോലത്തെ പാടുകൾ കാറിന്റെ മുകളിലുണ്ട്. അത് എന്തിന്റെ പാടുകളാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരെയും പിക്ക് ചെയ്തിട്ട് ഈ സാധനം അവർ നിന്നിരുന്ന ആ സ്ഥലത്തുള്ള മലകളുടെ മുകളിലൂടെ അതിവേഗത്തിൽ പറന്നു പോയതും ഇയാൾക്ക് ഓർമ്മയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ കണ്ട വിഷ്വല്. പിന്നെ ഇവരെ ഒരു മെറ്റൽ ബെഞ്ചിലേക്ക് കിടത്തുക ചെയ്തത്, ഇവര് രണ്ടുപേരെ. ആ മെറ്റൽ ബെഞ്ചിലേക്ക് കിടത്തുമ്പോൾ 2 മുറികളിലാണ് 2 പേരെയും കിടത്തുമ്പോൾ ഇവർക്ക് 2 പേർക്കും വസ്ത്രമില്ല. പിന്നീട് അവരുടെ നെയിലിന്റെ കഷ്ണം, അവരുടെ സ്കിന്നിന്റെ സാമ്പിള്, പിന്നെ ഓരോ ജോയിന്റിലും പ്രത്യേകതരം നീഡിൽസ് കുത്തി വെച്ചിട്ടുള്ളത്, ഇതൊക്കെ ഇവരുടെ വിഷ്വൽസിൽ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഇവരുടെ ഈ സെഷനിൽ, ഇവരുടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഷനിൽ അവർ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഈ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ ഏതോ ഒരു ഭാഗത്ത് ഒരു വലിയൊരു പോസ്റ്റർ ഉണ്ട്. അത് ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ നമുക്കറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ കുറെ സർക്കിൾസ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ചിത്രം ഇവരുടെ മനസ്സിലുണ്ട്. ആ ചിത്രം ഇവര് വരച്ചെടുത്തു. ഇവർ ഈ അനുഭവങ്ങൾ പറഞ്ഞ് അത് പബ്ലിക് ആയതിനു ശേഷമാണ് ഈ വരച്ചത് ഇന്ന ചിത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്ലെയിം ചെയ്യുന്നത്. ആ ചിത്രം പബ്ലിഷ് ചെയ്തതിന് ശേഷം അതായത് ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കുറെ നടന്നു. ഏലിയൻ അബ്ഡക്ഷൻ സംഭവിക്കുകയാണ്. ആദ്യത്തെ ഡോക്യുമെന്റഡ് ഏലിയൻ അബ്ഡക്ഷൻ ആണത്. സോ അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലാണ്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് വരച്ചിട്ടുള്ള ചിത്രം കൂടി പബ്ലിക് ആവും. ആ ചിത്രം കണ്ടിട്ട് ഒരു സ്ത്രീ, എന്താ പേര് എനിക്ക് ഓർമ്മയില്ല, മാർജിൻ ഓഫ് വിഷ്ണു അങ്ങനെ എന്താണ് അവരുടെ പേര്, അവര് വന്നിട്ട് പറയുന്നു ഇത് നമ്മുടെ നക്ഷത്ര സമൂഹത്തിന് അപ്പുറത്ത് എവിടെയോ ഉള്ള ഒരു നക്ഷത്ര സമൂഹത്തിന്റെ മാപ്പാണ് എന്ന് പറയുന്നു. അപ്പൊ അത് ഏതാണെന്ന് ചോദിച്ചപ്പം സിറ്റാ റെറ്റിക്കുലി എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ്. അതിന്റെ മാപ്പാണ് ഇവിടെ ഇരുന്നിട്ട് ഇവര് വരച്ച്. അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത് പോലും. സിറ്റാ റെറ്റിക്കുലി എന്ന് പറയുന്ന ഒരു പേര് പോലും അവരാദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്നുകിൽ ചിലപ്പോൾ ഒരാൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കഥ സൃഷ്ടിച്ചതാണെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പറയാം. സംഭവം നടക്കുന്ന 1961-ലാണ്. 61-ല് എവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ചിത്രം വരച്ചു വെക്കുകയും ഞങ്ങളെങ്ങനെ ഏലിയൻസ് കൊണ്ടുപോയി എന്ന് പറയുകയും കാറിന്റെ മുകളിലുള്ള പാടുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുകയും ഡ്രസ്സിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത, ഇതിന് സിറ്റാ റെറ്റിക്കുലി ഇൻസിഡന്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയാനുള്ള കാരണം സിറ്റാ റെറ്റിക്കുലി നമ്മുടെ സംസാരത്തിൽ പോലും ഒരു വിഷയമായി മാറുന്നത് ഈ ഒരു ഇൻസിഡന്റിലൂടെയാണ്. ഇന്ന് നമുക്ക് ഏലിയൻസ് എന്ന് പറയുമ്പോൾ ഗ്രേ ഏലിയൻസ് വന്നത് സിറ്റാ റെറ്റിക്കുലിൽ നിന്നാവാം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവൻ നമ്മൾ ആ ഒരു നക്ഷത്ര സമൂഹത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം പോലും ഈ ഒരു ഇൻസിഡന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ആ ഒരു പേരും ഈ നക്ഷത്രത്തിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് അറിയുന്നത് അതിന് ശേഷമാണ് സാധാരണക്കാരറിയുന്നത്. അതായത് നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പലരും ചർച്ച ചെയ്യുന്നുണ്ട്, പല വിഷയങ്ങളുണ്ട്. പക്ഷെ ഇവരുടെ മേഖലയല്ല ഇത്. അല്ല, അവര് സോഷ്യൽ വർക്കേഴ്സ് ആണ്. അവർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫേമസ് ആവുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സെറ്റ് ആക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തിന് 16 മാസത്തോളം കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം ലൈഫ് ചിന്തിക്കാതെ അവർ സോഷ്യൽ വർക്കിൽ ഇടപെടണം. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞത്. അവരുടെ ലൈഫിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനാണ്. അങ്ങനെ ഇതോടുകൂടി ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഡിലേ ആയി. ഇവർക്ക് ഒരു മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവർക്ക് പേടിയായിരുന്നു. 5-6 മാസത്തോളം സൈക്കോളജിക്കലി ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് 2 കപ്പിൾസും കടന്നുപോയത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇവര് പിന്നീടും, അതായത് ഭർത്താവിന്റെ മരണത്തിന് ശേഷവും പല ഇന്റർവ്യൂസിലും ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവര് പറയുന്നു അത് അവരുടെ അനുഭവമായിരുന്നു. അങ്ങനെ തന്നെയാ നിൽക്കുന്നത്. അവര് മരിച്ചു എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും കുറച്ച് മുമ്പത്തെ അവരുടെ ഇന്റർവ്യൂസിൽ വരെ അവർ ഉറപ്പിച്ച് പറയുന്ന സാധനമാണ്, ഞാനിത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ സാമ്പിൾസ് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഈ നമ്മൾ പൊതുവെ ഏലിയൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ചില രൂപങ്ങളുണ്ടല്ലോ. ഗ്രേ ഏലിയൻസ് എന്ന് പറയുമ്പോൾ ഒരു തല വലുതും ഒരു 4 അടി 5 അടിന്റെ ഇടയിൽ ഹൈറ്റ് വരുന്ന
ചെറിയ കൈകളും കാലുകളും ഉള്ള ടീറക്സിന്റെ ഒക്കെ കൈ പോലെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജീവികൾ, വലിയ കണ്ണുകളുള്ള, കറുത്ത കണ്ണുകളുള്ള വലിയ ജീവികൾ. ഇവരെന്നെയാണ് ഈ ബെറ്റി ബാനെ ഡീറ്റെയിൽ ചെയ്യുന്ന ഏലിയൻസ്. അപ്പൊ അവര് അത്തരം രൂപങ്ങളെ കണ്ടു. അപ്പൊ അതിനു മുന്നേ ആ രൂപങ്ങൾ, അത് ആ ഒരു എന്താ പറയാ, ആ സ്റ്റൈല് അവര് പറഞ്ഞിട്ടാണോ അത് അറിഞ്ഞത്, അതോ അതിന് മുന്നേ വല്ല എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എന്തായിട്ടുണ്ടാവാം? പുസ്തകങ്ങളിലൊക്കെ ചിലപ്പോൾ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഇനി അങ്ങനെ പുസ്തകത്തിൽ പറയുമ്പോഴും ഒരാള് ചുമ്മാ ഒരു സാധനം എഴുതി വെക്കില്ലല്ലോ. അതെ അതെ, അയാൾക്ക് ക്രിയേറ്റീവായിട്ട് അയാൾ ഇപ്പൊ ഗ്രേ ടൈപ്പ് ഏലിയൻസ്, ഇപ്പൊ ഹ്യൂമനോയിഡ്, റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്നുകൊണ്ട് പല പല മേഖലയിലുള്ള പല രൂപത്തിലുള്ള, ഇപ്പം സെനോമോർഫ് എന്നൊക്കെ പറഞ്ഞിട്ടും പ്രെഡേറ്റേഴ്സിൽ നമ്മൾ കാണുന്ന ടൈപ്പും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏലിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ പല പുസ്തകങ്ങളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, പല കാലങ്ങളിലായിട്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ള ആളുകളല്ല. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രീയമായിട്ട് പല വിഷയങ്ങളും സംസാരിക്കുന്നതിനോടൊപ്പം ഫിക്ഷനും ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായോ? അപ്പൊ ഫിക്ഷൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു സാധനം സങ്കല്പിക്കാം, അതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ജീവിതത്തിൽ ഫിക്ഷൻ ഒരു എന്താ പറയാ പ്രാധാന്യം ഇല്ലാത്ത, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, അതായത് നിറഭേദത്തിന്റെ പേരില് കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ആളുകൾക്ക് വേണ്ടി ഇടപെടുന്ന ആളുകൾ ഏലിയനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? അത് ചെയ്യാം, അതൊരു കാര്യം. ആ രീതിയിൽ ചിന്തിക്കുമ്പോഴും നമുക്ക് ഇവരുടേതാണ് ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു സാധനം. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിബേറ്റ് ചെയ്യാം അവരുടെ അനുഭവങ്ങൾ. നിങ്ങൾ ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അതിൽ ചുമ്മാ ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്കറിയാത്തൊരു വിഷയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ തോൽപ്പിക്കാം സംസാരിച്ചിട്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കാത്തൊരു സാധനത്തിന്റെ അർത്ഥം അതില്ല എന്നാണോ? അതല്ല, അല്ല, നമുക്കറിയില്ല എന്നുള്ളതാണ്. സോ ഇത് അറിയാത്തൊരു വിഷയമാണ്. ഈ അനുഭവത്തിന് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതിന്റെ സിനോപ്സിസ് തന്നെയായിരിക്കും മറ്റ് ഏലിയൻ അബ്ഡക്ഷൻസിന്റെ ഒക്കെ വൺ ലൈൻ ആക്കുമ്പോൾ. അതെ, ശരിയാണ്. അപ്പൊ അത് ഏകദേശം ഇതിനോട് സാമ്യമുള്ള പല സംഭവങ്ങളും ഞാൻ ഇതേമാതിരി കേട്ടിട്ടുണ്ട്.